കൂട്ടുകാരെ ഞാൻ തൈര് കലക്കുകയാണേ. കണ്ട ഇന്നലെ പാല് കാച്ചി വെച്ചിരുന്നതാണ്. തൈരിന് ഞാൻ പശു പാല് വാങ്ങിക്കാറുള്ളൂ. ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങിക്കും. ആരെങ്കിലും പോകണവരുടെ കയ്യിൽ കൊടുത്തു വിടും. വേണ്ട എനിക്ക് മോരിന് ചിലവുണ്ട്. വെള്ളം കുടിക്കാൻ കൊടുക്കാൻ. വെയിലല്ലേ, ഭയങ്കര വെയിൽ. അപ്പോൾ അത് കാരണം ഉച്ചയൊക്കെ ആകുമ്പം 1-2 മോര് വയ്ക്കും. വേണ്ട കുപ്പി കഴിവില്ല കേട്ടോ. ഇരുന്ന മോരിൽ കൂടി എടുത്ത് ഒഴിക്കാമെന്നിരിക്കും. അപ്പോൾ പുളി വേണം മോരിന്, അല്ലെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാൻ വരും. നല്ല പുളി ഉണ്ടെങ്കിലേ മോരിന് ടേസ്റ്റ് ഉള്ളൂ. 1-2 വെള്ളമൊക്കെ വെക്കും കേട്ടോ ഡെയിലി. ഞാൻ 20 രൂപയ്ക്കാണേ കൊടുക്കുന്നത്. ചിലയിടത്ത് 25-30 ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ 1 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് മോര് 20 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇതിലിനി ഞാൻ കാന്താരി മുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. കൂട്ടുകാരെ, ഈ വഴിക്കൊക്കെ വരുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും എൻ്റെ കടയിൽ ഇറങ്ങണേ മോര് കുടിക്കാൻ. അംബിക സ്റ്റോർ എവിടെയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ, ആരും പറഞ്ഞു തരും. അംബിക സ്റ്റോറിലിറങ്ങി 1 നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് വിശ്രമിച്ചിട്ട് പോവാമേ. ഇത് വഴിക്ക് വരണമെങ്കിൽ. പിന്നെ കൂട്ടുകാരെ, ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് മോരൊക്കെ വയ്ക്കും. അപ്പോൾ ഞാനിങ്ങനെ ഈ മഴ സമയത്ത് വെയിൽ ഇനി മഴ വരുന്നത് വരെ എനിക്ക് മോരൊക്കെ നല്ല ചിലവാണ്. എൻ്റെ കടയിലെ മോരിന് ഫേമസാണ് കേട്ടോ. ഇത് ഞാൻ ഇനി ഉറക്കി നമ്മളിനി അടുത്ത പാല് കാച്ചുമ്പോൾ ഉറയെടുക്കണം. അപ്പോൾ ഉറ വേണം, അതിന് വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് ഈ കുഞ്ഞു കുപ്പിയിൽ. ഇത് പ്രത്യേകിച്ച് മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ല, അടുത്ത് തീരുമ്പം ഉറ കിട്ടൂല. അല്ലേ, ഞാൻ മോര് കാച്ചുന്നത്, പാല് കാച്ചി മോരെടുക്കുന്നത് എല്ലാവരും പറയുക നല്ലൊരു ടേസ്റ്റാണെന്ന്. ചിലർ കാച്ചി ഇതുപോലെ പറ്റൂല കേട്ടോ. ഞാൻ കാച്ചാൻ നല്ല സൂപ്പറാണ് കേട്ടോ, നല്ലതായിരിക്കും. ആ മോര് കുടിക്കാനൊരു ടേസ്റ്റാണ്. അത് എന്താണെന്ന് പ്രത്യേകത എനിക്കറിയില്ല. അതിൻ്റെ ഈ പാലിൽ ഉറ ഒഴിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ പാകമൊക്കെ അറിയാം. അപ്പോൾ നല്ല നമ്മളിങ്ങനെ കുറഞ്ഞിരിക്കും പിറ്റേന്ന് നേരെ വെളുത്തെടുക്കുമ്പോൾ. അങ്ങനെ ഇരിക്കും, നല്ല ഇരിക്കും. അതിനെ നമ്മൾ തവിയിട്ട് ഉടച്ച് നല്ല എടുക്കണം. കണ്ട കൂട്ടുകാരെ. പിന്നെ എല്ലാവരും ഈ വെയിലത്തൂടി വരുമ്പോൾ എൻ്റെ കടയിലിറങ്ങി നാരങ്ങ വെള്ളവും മോരമൊക്കെ കുടിച്ചിട്ട് വേണം പോകാൻ. എൻ്റെ കടയിൽ മറികടന്ന് നിങ്ങൾ ആരും പോകരുത്. അംബിക സ്റ്റോർ, മനസ്സിലായല്ലോ കൂട്ടുകാരെ. പിന്നെ ഞാൻ ഈ വീഡിയോ തുടങ്ങിയതിന് ശേഷം എൻ്റെ കടയിൽ വരുന്നവരൊക്കെ, എന്നെ അറിയാത്തവരൊക്കെ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ വീഡിയോ ചെയ്യുന്ന ആളല്ലേ, വീഡിയോ നടത്തുന്ന അംബികയല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്നലെയും 2-3 പേര് എൻ്റെ കടയിൽ കയറിയപ്പോൾ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരുപാട് അറിയപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് അതിനെല്ലാം കാരണക്കാരൻ. നിങ്ങളെനിക്ക് തരുന്ന പിന്തുണയാണ് അതിനെല്ലാത്തിനും. ഞാനും അങ്ങനെ ജനങ്ങളെ മുന്നിലേക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരും വീഡിയോകളിലെല്ലാം നിങ്ങളെ സപ്പോർട്ടും സഹകരണവും എല്ലാം എനിക്ക് വേണം. കമൻറ്റ് ലൈക്കൊക്കെ തന്ന് എന്നെ വിജയിപ്പിക്കണം. നിങ്ങളുടെ ആ സപ്പോർട്ടാണ് എൻ്റെ വിജയവും. പിന്നെ ബായ് കൂട്ടുകാരെ, അടുത്ത വീഡിയോ കാണാമേ. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബായ്.